ഇപ്പോൾ വരുന്ന വാർത്തയിലേക്ക് കോന്നി സീറ്റ് കിട്ടാത്തതിൽ കോൺഗ്രസ് നേതൃത്വത്തെ കുത്തി അടൂർ പ്രകാശ്. കോന്നിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണം എന്ന് നേതൃത്വം തന്നോട് ആവശ്യപ്പെട്ടിരുന്നു എന്ന് അടൂർ പ്രകാശ് വെളിപ്പെടുത്തി. ഇപ്പോൾ സീറ്റ് കിട്ടാത്തതിൽ അണികൾക്ക് നിരാശ എന്നാണ് FB പോസ്റ്റിലെ പരാമർശം. എന്നാൽ വിവാദമായതോടെ പോസ്റ്റ് അടൂർ പ്രകാശ് പിൻവലിച്ചു. കൂടുതൽ വിവരങ്ങളുമായി ശ്രീരാജ് ചേരുകയാണ് പത്തനംതിട്ടയിൽ നിന്ന്. എന്തായാലും വലിയ നീക്കമാണ് കഴിഞ്ഞ മണിക്കൂറുകളിലൊക്കെ ഹൈക്കമാൻഡിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത്. എന്തായാലും കണ്ണൂരിൽ കെ സുധാകരന് സീറ്റ് ലഭിക്കും എന്ന കാര്യം ഏറെക്കുറെ ഉറപ്പായിരിക്കുന്നു. പക്ഷേ അടൂർ പ്രകാശിന് എന്തായാലും കോന്നിയിൽ സീറ്റില്ല. അടൂരിനോട് തിരുവനന്തപുരത്തേക്ക് പോയതിനു ശേഷം, ആറ്റിങ്ങൽ മണ്ഡലത്തിലേക്ക് പോയതിനു ശേഷം അവിടെ രമ്യ ഹരിദാസിന്റെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്നൊക്കെയാണ് നേതൃത്വം അറിയിച്ചത്. ആ തരത്തിൽ പ്രചാരണ പ്രവർത്തനത്തിലേക്ക് പോകണം എന്ന് അറിയിച്ചിരുന്നു. എന്തായാലും നേതൃത്വത്തിനെതിരെയുള്ള FB പോസ്റ്റാണ് ഇപ്പോൾ വിവാദമായതോടെ പിൻവലിച്ചിരിക്കുന്നത്. ശ്രീരാജ് ചേരുകയാണ്. ശ്രീരാജ്, എന്തായാലും കോന്നിയിലേക്ക് അടൂർ പ്രകാശ് വരുമോ ഇല്ലയോ എന്നതൊക്കെയായിരുന്നു ചോദ്യം. എന്തായാലും അടൂർ പ്രകാശ് കോന്നിയിലേക്ക് ഇല്ല എന്ന് ഏറെക്കുറെ ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു. കാരണം അതുതന്നെയാണ് ഈ ഫേസ്ബുക്ക് പോസ്റ്റും സൂചിപ്പിക്കുന്നത്. പക്ഷേ നേതൃത്വം ഇടപെട്ട് ഇപ്പോൾ ഫേസ്ബുക്ക് പോസ്റ്റ് പിൻവലിച്ചിരിക്കുന്നു അടൂർ പ്രകാശ്. രജീഷ്, ഫേസ്ബുക്ക് പോസ്റ്റ് വിവാദമായി എന്നതിനപ്പുറത്തേക്ക് കെ സുധാകരന് സീറ്റ് അല്ലെങ്കിൽ കണ്ണൂരിൽ മത്സരിക്കുമെന്ന വാർത്തകൾ പുറത്തു വന്നതിന് പിന്നാലെയാണ് ഈ ഫേസ്ബുക്ക് പോസ്റ്റ് പിൻവലിച്ചത് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. കോന്നിയിലും കണ്ണൂരും രണ്ടിടത്തും സീറ്റ് കെ സുധാകരനും അതുപോലെ തന്നെ അടൂർ പ്രകാശും മത്സരിക്കേണ്ടതില്ല എന്നൊരു ആദ്യ തീരുമാനം എത്തിയതിന് പിന്നാലെയായിരുന്നു കെ സുധാകരൻ വലിയ പ്രശ്നമുണ്ടാക്കുന്നു, വാർത്താസമ്മേളനം ഉണ്ടാക്കുന്നു. അത് കോൺഗ്രസിനുള്ളിൽ പിന്നീടും തുടർ ചർച്ചകളിലേക്ക് നയിക്കുകയും സുധാകരൻ കണ്ണൂരിൽ തന്നെ മത്സരിക്കുമെന്ന തീരുമാനത്തിലേക്ക് നേതൃത്വം എത്തുകയും ചെയ്തത്. അതിന് പിന്നാലെയാണ് ഫേസ്ബുക്കിൽ നിന്നും ആ പോസ്റ്റ് അടൂർ പ്രകാശ് പിൻവലിക്കുന്നത്. 24 മിനിറ്റ് മാത്രമായിരുന്നു ആ പോസ്റ്റ് ഫേസ്ബുക്ക് വാളിൽ, അടൂർ പ്രകാശിന്റെ ഫേസ്ബുക്ക് വാളിൽ ഉണ്ടായിരുന്നത്. അതിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം, തെരഞ്ഞെടുപ്പിൽ കോന്നിയിൽ കൂടുതൽ ശ്രദ്ധ നൽകണമെന്ന് പാർട്ടി നേതൃത്വം തന്നെയാണ് തന്നോട് ആവശ്യപ്പെട്ടത് എന്ന് അടൂർ പ്രകാശ് പറയുന്നു. അതുപോലെ തന്നെ കോന്നിയിൽ മത്സരിക്കണമെന്നും ആവശ്യപ്പെട്ടു എന്ന തരത്തിലായിരുന്നു ആ ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ടായിരുന്നത്. പക്ഷേ മത്സരിക്കാൻ ഈ തവണ അവസരം ലഭിക്കാത്തതിൽ വോട്ടർമാർക്ക് ദുഃഖമുണ്ടെന്നറിയാം. പക്ഷേ പാർട്ടി എടുത്ത തീരുമാനത്തോടൊപ്പം നിൽക്കുന്നു എന്നുകൂടി പറഞ്ഞുകൊണ്ടായിരുന്നു ആ ഫേസ്ബുക്ക് പോസ്റ്റ് അവസാനിപ്പിച്ചത്. തുടർന്ന് അദ്ദേഹം ആറ്റിങ്ങലിലേക്ക് എത്തുകയും മറ്റ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പ്രചരണങ്ങൾക്ക് അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ചുമതലകളിലേക്ക് കടക്കുകയും ചെയ്യുമെന്നൊരു ഘട്ടം എത്തിയപ്പോഴാണ് കണ്ണൂരിൽ സുധാകരൻ മത്സരിക്കും എന്ന തരത്തിലുള്ളൊരു വാർത്തകൾ പുറത്തു വരുന്നത്. അങ്ങനെ ഒരു ഉറപ്പ് നൽകുന്ന തരത്തിലേക്കുള്ള വിവരങ്ങൾ പുറത്തു വന്നത്. അതിന് തൊട്ടു പിന്നാലെ ഏകദേശം സുധാകരനുമായി ബന്ധപ്പെട്ട മത്സരിക്കുമെന്ന് ബന്ധപ്പെട്ട വാർത്തകൾ പുറത്തു വന്ന് ഏകദേശം ഒരു 2-3 മിനിറ്റ് മാത്രമാണ് കഴിയുമ്പോഴാണ് ഈ ഫേസ്ബുക്ക് പോസ്റ്റ് അദ്ദേഹം പിൻവലിക്കുന്നത്. എന്തായാലും വിവാദമായി എന്നത് സത്യം തന്നെയാണ്. പക്ഷേ ഈ സീറ്റ് കോന്നിയിൽ മത്സരിക്കാൻ ഏതെങ്കിലും തരത്തിലുള്ള സാധ്യതയുണ്ട് എന്ന് മുന്നിൽ കണ്ടുകൊണ്ടാണോ അദ്ദേഹം ഈ ഫേസ്ബുക്ക് പോസ്റ്റ് പിൻവലിച്ചത് എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തതയില്ല. എന്തായാലും നേതൃത്വത്തിനെതിരെ ഇത്തരത്തിൽ തന്നോട് കോന്നിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ആവശ്യപ്പെട്ടു, അതുപോലെ തന്നെ മത്സരിക്കണമെന്നും ആവശ്യപ്പെട്ടിരുന്നു എന്ന തരത്തിൽ അത് വ്യക്തമാക്കുന്നതായിരുന്നു ആ പോസ്റ്റ്. പക്ഷേ ഇത്തവണ മത്സരിക്കാൻ താൻ ഉണ്ടാകില്ല എന്നുകൂടി അതിൽ വെളിപ്പെടുത്തുന്നുണ്ടായിരുന്നു. ഫേസ്ബുക്ക് പോസ്റ്റിൽ പാർട്ടി എടുക്കുന്ന തീരുമാനം, നേതൃത്വം എടുക്കുന്ന തീരുമാനത്തെ അംഗീകരിക്കണം എന്നുകൂടിയുള്ള ഒരു ധ്വനിയുള്ള ഒരു പോസ്റ്റായിരുന്നു അടൂർ പ്രകാശ് ഫേസ്ബുക്കിൽ പങ്കുവച്ചത്. എന്തായാലും ഇത്തരത്തിൽ സുധാകരൻ കണ്ണൂരിൽ മത്സരിക്കുന്ന ഒരു സാധ്യത വന്ന ഘട്ടത്തിൽ അതിന് ആ വാർത്ത പുറത്തു വന്നതിന് ശേഷം ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞപ്പോൾ പോസ്റ്റ് ഫേസ്ബുക്കിലിട്ട പോസ്റ്റ് അടൂർ പ്രകാശ് പിൻവലിക്കുകയും ചെയ്തു. രജീഷ്, ശരി ശ്രീരാജ്, എന്തായാലും ഈ മണിക്കൂറിൽ ഈ മുതിർന്ന നേതാക്കൾ ചെയ്യുന്ന കാര്യം അത് സത്യത്തിൽ ആ ഒരു തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിക്ക്, പ്രത്യേകിച്ച് ആ മുന്നണിക്ക്, അവരുടെ പ്രവർത്തകർക്ക് വലിയ നിരാശയുണ്ടാക്കുന്നതാണ്. വലിയ ഒരു പ്രതിഷേധമുണ്ടാകുന്ന ഒരു പശ്ചാത്തലത്തിലൊക്കെ ഈ കാര്യങ്ങൾ പോകുന്നു. പ്രത്യേകിച്ച് മൂന്നാം ഭരണം അവസാനിപ്പിക്കാൻ വേണ്ടിയുള്ള, മൂന്നാം ഭരണത്തിലേക്ക് പോകരുത്, അത് തടയാൻ വേണ്ടിയുള്ള നീക്കത്തിലേക്കൊക്കെ UDF കടക്കുമ്പോഴാണ് ഇത്തരത്തിൽ കോൺഗ്രസിൽ, UDF-നെ നയിക്കുന്ന കോൺഗ്രസിൽ വലിയ പൊട്ടിത്തെറിയിലേക്ക് കാര്യങ്ങൾ പോകുന്ന സാഹചര്യം. എന്തായാലും അടൂർ പ്രകാശിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് വിവാദമായപ്പോൾ അദ്ദേഹം പിൻവലിച്ചിട്ടുണ്ട്.